എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഉഴുന്നുവട എങ്ങനെയാണ് മിക്സിയിൽ അരച്ച് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്കത് ഗ്രൈൻഡറിലും അരയ്ക്കാം, മിക്സിയിലും അരച്ച് തയ്യാറാക്കാം. വളരെ സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് 1 കപ്പ് ഉഴുന്ന് 3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക. നല്ല മുരുമുരുപ്പുള്ള വട വേണമെങ്കിൽ ഈ ഉഴുന്നിൻ്റെ കൂടെ 3 ടീസ്പൂൺ പച്ചരിയും കൂടെ ചേർത്ത് കുതിർത്ത് മിക്സിയിൽ എത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കട്ടിക്ക് അരച്ച് ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് അടിച്ച് പതപ്പിക്കുക. അതിൽ നന്നായിട്ട് വായു കയറാനാണ്. അപ്പോൾ മാവ് നല്ല ലൈറ്റായിട്ട് വരികയും ചെയ്യും. നമ്മളിതുപോലെ വെള്ളത്തിലിടുമ്പോൾ പൊങ്ങി കിടക്കുകയും വേണം. അതിലേക്ക് അവരവർക്ക് സ്വാദിന് ആവശ്യമുള്ള കായപ്പൊടി, കുരുമുളക്, ഉപ്പ്, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, കൂടെ ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് സവാള ഇതുപോലെ അരിഞ്ഞ് ചേർക്കുക. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വിശേഷ ദിവസങ്ങളിൽ നമ്മൾ നൈവേദ്യം വെക്കാനായിട്ട് ഉള്ളി ചേർക്കാറില്ല. അങ്ങനെ ഉള്ളി ചേർക്കാതെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന ചേരുവകളിൽ ഉള്ളി അങ്ങ് ഒഴിവാക്കിയാൽ മതി. നമ്മൾ കയ്യിൽ മാവെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കട്ടിക്കിരിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കണത് അതനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് മീഡിയം തീയിലേക്ക് വെക്കുക. ശകലം മാവ് നമ്മളിടുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് അത് പൊങ്ങി ഇരിക്കണം മാവ്. അപ്പോൾ കറക്റ്റ് ചൂടാണ്. നമുക്ക് വട 3 രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കയ്യിൽ തന്നെ വട ഇത് ഉരുട്ടി നടുക്കൊരു ഹോളിട്ട് എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ ആ ഒരു കയ്യിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഇടത്തെ കയ്യിൽ പരത്തിയിട്ട് നടുക്കൊരു കുഴിയുണ്ടാക്കി എണ്ണയിലേക്ക് ആ കയ്യിൽ നിന്ന് എടുത്തിടുക. അങ്ങനെ എടുത്തിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഒരു അരിപ്പയിലും നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. തുടക്കക്കാർക്ക് ഇതുപോലെ അരിപ്പയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ആദ്യം ഒന്ന് വെള്ളം അരിപ്പയിലൊന്ന് തൂവിയിട്ട് വട അതിൻ്റെ മുകളിൽ തയ്യാറാക്കിയിട്ട് ചരിച്ചിട്ടേച്ചാൽ മതി. ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പം മാവൊന്ന് വെന്ത് കിട്ടിയാൽ മതി. കോരി മാറ്റി വയ്ക്കുക. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് ഉഴുന്നുവട തയ്യാറാക്കി കോരി മാറ്റി വയ്ക്കുക. കളർ ഇതുപോലെ ബ്രൗൺ ആവണമെന്നുമില്ല. ഒന്ന് മാവിൻ്റെ പച്ചമാവില്ലാതെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതുപോലെ ഒന്ന് മറിച്ചിട്ട് 2 വശവും ഓരോരോ മിനിറ്റ്. ഇപ്രാവശ്യം ഞാൻ എടുക്കുന്നത് മറ്റേതിനെ പോലെ ഒന്നും ചുമന്നിട്ടില്ല. ഈ കളറിൽ തന്നെ കോരി മാറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം എല്ലാ വടകളും തയ്യാറാക്കി വരുമ്പോൾ ആദ്യത്തെ ബാച്ചും രണ്ടാമത്തെ ബാച്ചും ഒക്കെ നന്നായിട്ട് തണുത്തിരിക്കും. എന്നിട്ട് അത് രണ്ടാമത് എണ്ണയിലിട്ട് മുരിപ്പിച്ച് എടുക്കുക. ഇപ്പം ഇതുപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചതിന് ശേഷം എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കി മുരിച്ചെടുത്താലും മതി. അപ്പോൾ ആ സമയം നമുക്ക് വളരെ ലാഭിക്കുകയും ചെയ്യാം. എണ്ണ എത്ര വെച്ചിട്ടുണ്ടോ അതനുസരിച്ച് കൂടുതൽ വടകൾ ഇടുക. ഇപ്പോൾ വലിയ ചീനച്ചട്ടിയിലാണ് എണ്ണ വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ പൊരിച്ചെടുത്തിരിക്കുന്ന വടകൾ 2 ബാച്ചിൽ തന്നെ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മുരിപ്പിച്ച് എടുക്കാൻ പറ്റും. ഇതിൽ പച്ചരി ഞാൻ ചേർത്തിട്ടില്ല. അതുകൊണ്ട് കടയിൽ കിട്ടുന്നത് പോലെ പുറഭാഗം അത്രയും മുരുമരാന്ന് കിട്ടത്തില്ല. അത്രയും മുരുമരാന്ന് കിട്ടണമെന്നുണ്ടെങ്കിലാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഉഴുന്ന് നനയ്ക്കുമ്പം കൂടെ 3 ടീസ്പൂൺ പച്ചരിയും കൂടെ ചേർത്ത് ഉമിഴ്ത്തി വെച്ച് കഴിഞ്ഞിട്ട് അരച്ചെടുക്കുക. സോഡ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാൻ പറ്റും പച്ചരി ചേർക്കുകയാണെങ്കിൽ. ഇന്ന് തയ്യാറാക്കിയ വട മിക്സിയിൽ അരച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ഗ്രൈൻഡറിൽ അരക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ മാവ് കട്ടിക്ക് നമുക്ക് അരച്ചെടുക്കാനും പറ്റും. ഗ്രൈൻഡറിൽ അരച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം വട കാണുമ്പോൾ അറിയാം അകംഭാഗം നല്ല സോഫ്റ്റായിരിക്കും. പുറമെ ഒന്ന് ചെറിയ കരികരിപ്പ് കാണും പച്ചരി ചേർക്കാത്തത് കൊണ്ട്. നല്ല കരികരിപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചരി ചേർത്ത് തയ്യാറാക്കുക. എല്ലാവരും ഈ രീതിയിലൊന്ന് വട തയ്യാറാക്കി നോക്കുക.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.